ഉൽപാദന സാധ്യതാ വക്രം. പരിമിതമായ വിഭവങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കാവുന്ന രണ്ട് വസ്തുക്കളുടെ ഉൽപാദന സാധ്യതകൾ വിശദീകരിക്കുകയാണ് ഉൽപാദന സാധ്യതാ വക്രം. ലഭ്യമായ വിഭവങ്ങൾ പൂർണ്ണമായും ഒന്നാമത്തെ വസ്തുവിൻ്റെ അഥവാ വസ്ത്രത്തിൻ്റെ ഉൽപാദനത്തിന് വിനിയോഗിക്കുന്നു എങ്കിൽ 5 യൂണിറ്റ് ഉൽപാദനം സാധ്യമാകുന്നു. ഈ പോയിന്റിനെ നമുക്ക് എക്സ് അക്ഷത്തിൽ രേഖപ്പെടുത്താം. നേർവിപരീതമായി ലഭ്യമായ വിഭവങ്ങൾ പൂർണ്ണമായി രണ്ടാമത്തെ വസ്തുവിൻ്റെ അഥവാ ഗോതമ്പിൻ്റെ ഉൽപാദനത്തിന് വിനിയോഗിച്ചാൽ 15 യൂണിറ്റ് ഗോതമ്പ് ഉൽപാദനവും സാധ്യമാകുന്നു. ഈ പോയിന്റ് നമുക്ക് വൈ അക്ഷത്തിൽ രേഖപ്പെടുത്താം. സമ്പദ് വ്യവസ്ഥയിൽ വിഭവങ്ങൾ പരിമിതമായതിനാൽ ഒരു വസ്തുവിൻ്റെ കൂടുതൽ യൂണിറ്റ് ഉൽപാദനം നടത്തണമെങ്കിൽ മറ്റൊരു വസ്തുവിൻ്റെ ഉൽപാദനത്തിൽ കുറവ് വരുത്തേണ്ടിയിരിക്കുന്നു. ഇപ്രകാരം രണ്ട് വസ്തുക്കളുടെ വ്യത്യസ്ത അളവുകളുടെ ശ്രേണിയാണ് ഉൽപാദന സാധ്യതാ വക്രം. വക്രത്തിലൂടെയുള്ള വ്യത്യസ്ത പോയിന്റുകൾ വിഭവങ്ങളുടെ പൂർണ്ണമായും ഫലപ്രദമായ വിനിയോഗം സൂചിപ്പിക്കുന്നു. വക്രത്തിന് താഴെയുള്ള ഏത് ബിന്ദുവും വിഭവങ്ങളുടെ കാര്യക്ഷമമല്ലാത്ത വിനിയോഗം സൂചിപ്പിക്കുന്നു. ഉൽപാദന സാധ്യതാ വക്രത്തിന് പുറത്തുള്ള ഏത് ബിന്ദുവും അപ്രാപ്യമായ ബണ്ടിലുകളെ സൂചിപ്പിക്കുന്നു. ലഭ്യമായ വിഭവങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി വസ്ത്രവും ഗോതമ്പും ഉൽപ്പാദിപ്പിക്കുമ്പോൾ കൂടുതൽ യൂണിറ്റ് വസ്ത്രം ഉൽപ്പാദിപ്പിക്കാൻ ഗോതമ്പിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കേണ്ടി വരുന്നു. അതായത് ഒരു വസ്തുവിൻ്റെ ഓരോ അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി ത്യജിക്കപ്പെടുന്ന മറ്റൊരു വസ്തുവിൻ്റെ അളവിനെയാണ് സീമാന്ത അവസരാത്മക ചിലവ് എന്ന് പറയുന്നത്.